നമസ്കാരം. കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർന്നു. ജോസ് കെ മാണി NDAയിൽ തുടരുമോ, അതോ മറുഭാഗം ചാടി UDFിലെത്തുമോ, അതോ LDFിൽ തന്നെ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ക്ലോക്കിന്റെ പെൻഡുലം പോലെ ഒരു സൈഡിലേക്ക് പോയാൽ ഏറെ വൈകാതെ മറു സൈഡിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു സംവിധാനമാണ് കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ പറയേണ്ടി വരുന്നു. ഏതാണ്ട് അതുപോലെയാണ് കേരള കോൺഗ്രസുകളുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. UDFിലേക്ക് പോയാൽ LDFിലേക്കും, LDFിലേക്ക് പോയാൽ UDFിലേക്കും താമസിയാതെ തിരിച്ചെത്തുമെന്നതാണ് ആ പാർട്ടിയിലെ വിവിധ വിഭാഗങ്ങളുടെ ചരിത്രം എന്ന് പറയപ്പെടുന്നത്. ഇത്തരത്തിലൊരു വലിയ ആശയ പ്രതിസന്ധിയിലൂടെയാണ് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എം ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് പറയാം. ആകെ 5 MLA-മാരാണ് പാർട്ടിക്ക് ഇപ്പോൾ നിയമസഭയിലുള്ളത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജോബ് മൈക്കിൾ, പൂഞ്ഞാറിൽ നിന്ന് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, റാന്നിയിൽ നിന്നും പ്രമോദ് നാരായണൻ, ഇടുക്കിയിൽ നിന്നും റോഷി അഗസ്റ്റിൻ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഡോക്ടർ N ജയരാജ് എന്നിവരാണ് ആ MLA-മാർ. ഇതിൽ 2 പേർക്ക് UDFിലേക്ക് പോകണമെന്ന് വലിയ താല്പര്യമുണ്ട്. 2 പേർക്ക് LDFിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. 5-മനാകട്ടെ എങ്ങനെ പോയാലും തൻ്റെ മണ്ഡലത്തിൽ ജയിക്കാം എന്നതിനാൽ ഏത് മുന്നണിയായാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലുമാണ്. ഇതാണ് ഈ 5 MLA-മാരുടെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയപ്പെടുന്നത്. പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവിനും കുടുംബത്തിനും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അധിക ദിവസമില്ലാത്ത സമയത്ത് മുന്നണി മാറിയാൽ നാട്ടുകാർ എന്ത് പറയുമെന്നൊരു ചിന്തയുണ്ട്. ആരെങ്കിലും കേട്ടാൽ ന്യായം തോന്നിക്കുന്ന എന്തെങ്കിലും കാരണം വേണ്ടേ LDF വിടാൻ എന്നുള്ളതാണ് അവരെ അലട്ടുന്ന ആകെ ഒരു വലിയ പ്രശ്നം എന്ന് പറയപ്പെടുന്നത്. സാമുദായിക പാർട്ടി അല്ലെന്ന് പറയുമ്പോഴും ഒരു ക്രൈസ്തവ സഭാ വിഭാഗത്തിലെ മേലധ്യക്ഷന്മാർ ഏതാണ്ട് 6 മാസമായിട്ട് മുന്നണി വിടാനുള്ള അഭ്യർത്ഥനയും ആവശ്യവും പല പാർട്ടി നേതാക്കൾക്ക് മുന്നിലും ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന് കരുതുന്ന മുസ്ലിം ലീഗാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ എന്നാണ് പറയപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നതും ഇവരുടെ ആശയക്കുഴപ്പത്തിന് കാരണമായി എന്ന് പറയാം. എന്നാൽ കഴിഞ്ഞ തവണ 10 സീറ്റിൽ മത്സരിച്ച UDFിലെ കേരള കോൺഗ്രസിന് മാണി വിഭാഗം ഒപ്പം വരുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇത്രനാൾ വെള്ളം കോരിയും വിറക് വെട്ടിയും ഒക്കെ കഴിഞ്ഞ ആളുകളെ എങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമെന്നാണ് ജോസഫ് വിഭാഗം പരസ്യമായി ചോദിക്കുന്നത്. കേരള കോൺഗ്രസ് മേഖലയിൽ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ ഇനിയും കുറവ് വന്നാൽ അത് ജോസഫ് വിഭാഗത്തിന് ക്ഷീണമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോരാത്തതിന് കോൺഗ്രസ് ആകട്ടെ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ LDF ആകട്ടെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉടൻ ആരംഭിക്കുന്ന ജാഥയുടെ മധ്യ കേരള ക്യാപ്റ്റനായിട്ട് ജോസ് കെ മാണിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ LDFിൽ 13 സീറ്റാണ് മാണിക്ക് ലഭിച്ചത്. അതിൽ 12 എണ്ണത്തിൽ മത്സരിച്ചു, 5 എണ്ണത്തിൽ വിജയിച്ചു. ഇനി തിരിച്ചു ചെല്ലുമ്പോൾ 10 തന്നെ സംശയമാണ് എന്നുള്ളതാണ്. അത് മറ്റൊരു തരം പൊട്ടിത്തെറിക്ക് കാരണമാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇനി എല്ലാവരും ചേർന്നല്ല പോകുന്നത് എങ്കിൽ പിളർപ്പല്ലാതെ മറ്റു മാർഗമില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുന്നണി പിളരാൻ പോകുന്നു. മാണി വിഭാഗത്തിന് മറ്റൊരു പിളർപ്പ് എന്ന് പറയപ്പെടുന്നത് അസാധ്യമൊന്നുമല്ല, സാധ്യമായ കാര്യം. കാരണം കേരള കോൺഗ്രസുകൾ എപ്പോഴും അങ്ങനെയാണ്, വളരുകയും പിളരുകയും തളരുകയും ചെയ്യുന്ന പാർട്ടി. വളരും തോറും പിളരുകയും പിളരും തോറും തളരുകയൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പോൾ ഇവിടെ ജോസ് കെ മാണിക്ക് ഇനി മുന്നിൽ UDFിനകത്തേക്ക് പോയാലും പുള്ളിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. UDFിനകത്തേക്ക് പോകുന്നതിൽ പുള്ളിക്ക് താല്പര്യമുണ്ട്. പക്ഷേ UDFിനെക്കാട്ടിലും പുള്ളി കുറച്ചുകൂടി മാന്യമായ ഒരു അംഗീകാരം ലഭിക്കാൻ പറ്റുന്നത് NDAയിലേക്ക് പോവുക, BJPയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ഒരു സമീപനം സ്വീകരിക്കുക എന്നൊക്കെ ലൈനാണ് സ്വീകരിക്കുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം പക്ഷേ പുള്ളിക്കാരൻ, അതായത് ജോസ് കെ മാണി സോണിയാഗാന്ധിയുമായിട്ടൊക്കെ രഹസ്യമായ ചർച്ചകൾ നടത്തി എന്നൊക്കെയാണ് പുറത്തു വരുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത്. കാരണം ഇതിനൊക്കെ ഉപരിയായിട്ട് പാലാ സീറ്റ് എങ്ങനെയെങ്കിലും കൈപ്പിടിയിലാക്കി പാലായിൽ മത്സരിച്ച് വിജയിക്കുക എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. നിലവിലെ UDF സീറ്റായിട്ടുള്ള പാലായിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള ആളിനെ മാറ്റുക എന്നുള്ളത് എളുപ്പമാവില്ല. കാരണം അത് മാണി സി കാപ്പൻ തന്നെ പലവട്ടം പറയുകയും ചെയ്തിട്ടുണ്ട്, പാല ഞങ്ങളുടേതാണ്, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കാനായിട്ട് മലബാറിൽ തിരുവമ്പാടി സീറ്റ് എന്നൊരു വാഗ്ദാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് രാഷ്ട്രീയമായി അത്ര ഗുണം ചെയ്യില്ല എന്ന് ജോസ് കെ മാണിയുടെ അടുപ്പക്കാർ അടക്കം കരുതുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു വച്ചുമാറൽ പരിപാടി നടക്കില്ല. അപ്പൊ അധികാരം എന്നത് മാത്രമാണ് ആകെയുള്ള ആശ്വാസം എന്നതിനാൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും വരുന്ന ദിവസങ്ങളിൽ പാർട്ടി തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ UDF വിപുലീകരണത്തിനുള്ള സാധ്യതകളൊക്കെ പറഞ്ഞുകൊണ്ട് തുറന്നിട്ടിരിക്കുകയാണ് അവരുടെ വാതിലുകൾ VD സതീശനും സംഘവും. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ എത്തിക്കുക എന്നുള്ള പ്രക്രിയ തന്നെയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് അടക്കം ഈ വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിന് കേരള കോൺഗ്രസ് എം ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി എത്താതിരുന്നതോടുകൂടിയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ ഇത്തരത്തിൽ ശക്തമായതും മാണി കോൺഗ്രസ് പിളർപ്പിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത പരന്നതും.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകളാണ് വീണ്ടും സജീവമാകുന്നത് എന്ന് പറയാം. മന്ത്രി റോഷി അഗസ്റ്റിൻ, ചീഫ് വിപ്പ് എൻ ജയരാജ് തുടങ്ങിയ നേതാക്കൾ കഴിഞ്ഞ ദിവസം സമരപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ 2 LDF യോഗങ്ങളിലും പങ്കെടുക്കാതിരുന്ന ജോസ് കെ മാണി സത്യാഗ്രഹത്തിനും വരാതിരുന്നതോടെ മുന്നണി ബന്ധം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നുള്ള അഭ്യൂഹത്തിനാണ് ഇതോടുകൂടി ഇടയാക്കിയത് എന്നുള്ളതാണ്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ പാർട്ടിയും മുന്നണിയും തമ്മിൽ ചെറിയ അകലം വരുന്നുണ്ട്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ക്രൈസ്തവ സഭകളുടെ ഒരു പ്രഷർ അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഫെബ്രുവരിയിൽ നടക്കുന്ന LDFന്റെ മേഖലാ ജാഥയിൽ മധ്യമേഖലയുടെ ക്യാപ്റ്റനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ജോസ് കെ മാണിയാണ്. എന്നാൽ എൻ ജയരാജിനെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ ജയരാജ് ക്യാപ്റ്റനായി മാറും, ജോസ് കെ മാണി അതിൽ നിന്ന് പിൻവലിയുകയും ചെയ്യും. ഫെബ്രുവരി 6 അങ്കമാലിയിൽ ആരംഭിച്ച് 13 ആറന്മുളയിൽ സമാപിക്കുന്ന തരത്തിലാണ് മധ്യമേഖലാ ജാഥകൾ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് മറ്റ് 2 ജാഥകളെ നയിക്കുന്നത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിട്ടുള്ള ഘട്ടത്തിൽ UDFിലേക്ക് തിരിച്ചു പോകുന്നത് സംബന്ധിച്ച് വലിയ സമ്മർദ്ദമാണ് പാർട്ടി നേതൃത്വം നേരിടുന്നത് എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ട് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പല പ്രബല വിഭാഗങ്ങളും മുന്നണി മാറ്റം സജീവമായി പരിഗണിക്കണമെന്ന ആവശ്യമാണ് നേതൃത്വത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇടതുവിരുദ്ധ മനോഭാവത്തിന്റെ സൂചനകളാണ് ഉണ്ടായത് എന്നും ഇത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേചന ബുദ്ധി ജോസ് കെ മാണി കാട്ടണമെന്നുമാണ് പാർട്ടി നേതൃത്വത്തോട് ഇത്തരത്തിലുള്ള ആൾക്കാർ പറയുന്നത്. 2021 ഇടത് അനുകൂല സാഹചര്യം നിലനിന്നപ്പോൾ പോലും 12 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് 5 മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന CPMനെയും LDFനെയും തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തള്ളിപ്പറയുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള ആർത്തിയായി വിലയിരുത്തപ്പെടുന്നുള്ള ഒരു വാദം കൂടി ഈ പാർട്ടിക്കുള്ളിൽ, അതായത് ജോസ് കെ മാണി വിഭാഗത്തിനകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. LDFനൊപ്പം തന്നെ നിൽക്കണമെന്നാണ് MLAമാരിൽ 2 പേരുടെ അല്ലെങ്കിൽ ചിലരുടെ നിലപാട് എന്നാണ്. പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുമെന്ന് മറ്റ് MLAമാർ പറയുമ്പോൾ ചിലർ മറുകണ്ഠം ചാടണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു. 16 ചേരുന്ന നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു ചർച്ചയുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായിട്ട് രംഗത്തുണ്ട്. ലീഗും ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു പച്ചക്കൊടി വീശിക്കഴിഞ്ഞു. ഭരണമാറ്റം ഉറപ്പിക്കുവാനുള്ള ഒരു സാധ്യതയും ഇക്കുറി തള്ളിക്കളയരുത് എന്നാണ് കോൺഗ്രസ് അടക്കം പറയുന്നത്. അതേസമയം ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പും സീറ്റ് തർക്കങ്ങളുമാണ് പ്രധാന വെല്ലുവിളിയായിട്ട് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ 10 സീറ്റാണ് ജോസഫ് വിഭാഗത്തിന് UDFിൽ നൽകിയത്. 2 സീറ്റിൽ മാത്രമായിരുന്നു അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. കേരള കോൺഗ്രസ് എം തിരിച്ചെത്തിയാൽ തങ്ങളുടെ സീറ്റ് കുറയുമെന്ന ആശങ്കയാണ് ജോസഫ് വിഭാഗത്തിന് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ LDFിൽ സീറ്റ് ചർച്ചകൾ സജീവമാകുന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിനോടൊപ്പം നിൽക്കണമെന്ന വികാരം കേരള കോൺഗ്രസ് എം പ്രവർത്തകരുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ വികാരം നേതാക്കൾക്ക് മേൽ സമ്മർദ്ദമായിട്ട് മാറി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പാർട്ടി നേതാക്കളോട് അടുപ്പമുള്ള സമുദായ നേതൃത്വം വഴി ഇക്കാര്യം UDFിനെ ധരിപ്പിച്ചതായിട്ടാണ് സൂചനകൾ. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ജോസ് കെ മാണി അടക്കമുള്ളവരുടെ അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ അനൗദ്യോഗിക ചർച്ചകൾ എന്ന് പറയുന്നത് സോണിയാഗാന്ധി അടക്കമുള്ളവരുമായി സംസാരിച്ചു എന്നതുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എന്ന് പറയപ്പെടുന്നത്. അതായത് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും അത് പിന്തുണച്ചു പോകുന്ന വിഭാഗങ്ങളുടെയും സമുദായ നേതൃത്വത്തിന്റെയും ഉറച്ച സഹായം ലഭിച്ചാലേ ജയിക്കാനാകൂവെന്നും പാർട്ടി MLAമാരിൽ ചിലർ കരുതുന്നു എന്നുള്ളത് റിപ്പോർട്ടിൽ പറയുന്നതാണ്. ക്രൈസ്തവ സഭകൾ കുറച്ചു കാലമായിട്ട് ഇടതുമുന്നണിയുമായി ഉടക്കി നിൽക്കുന്ന സമീപനത്തിലാണ്. അതിപ്പോ നമുക്കറിയാലോ, ഈ ദീപിക അടക്കം സർക്കാരിനെതിരെ വിമർശനം ഉയർത്തി രംഗത്ത് വന്നത് നമ്മൾ കണ്ടാണ്. അപ്പൊ ഇതിന് പിന്നാലെയാണ് ജോസ് കെ മാണി മുഖ്യമന്ത്രിയുടെ സമരപ്പന്തലിൽ എത്താതിരുന്ന അടക്കം വലിയ ചർച്ചയാകുന്നതാണ്. അപ്പോൾ ഇവിടെ ജോസ് കെ മാണി ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ UDFിലേക്ക് പോകണം എന്നുള്ള സമീപനത്തിലേക്ക് ജോസ് കെ മാണി എത്തിയെന്നല്ല, പകരം ജോസ് കെ മാണിയുടെ മാണി വിഭാഗത്തിലെ 3 MLAമാർ അത്തരത്തിൽ തീരുമാനിക്കുന്നു. 2 പേർ LDFിനോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. 3 പേർ UDFിനൊപ്പം പോകാമെന്ന് പറയപ്പെടുന്നു. അതേസമയം ഈ ജോസ് കെ മാണിയുടെ നിലപാട് എന്ന് പറയപ്പെടുന്നത് NDAക്കൊപ്പം പോയാലോ എന്നുള്ളതായിരിക്കണം. കാരണം അതിനോടൊപ്പം നിന്ന് കഴിഞ്ഞാലായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ, രാജ്യസഭ MP സീറ്റ് വരെ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് അതുമായി മുന്നോട്ട് പോയാലോ, ഒപ്പം തന്നെ NDAക്ക് ഈ മധ്യ കേരളത്തിൽ ക്രൈസ്തവരുടെ ഒരു വലിയ പിന്തുണ ലഭിക്കുമെന്നുള്ള സാധ്യത കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടുവാനുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NDAയുടെ ഭാഗമാകാനാണ് ജോസ് കെ മാണിക്ക് ചിലപ്പോൾ താല്പര്യം. മറ്റ് 3 MLAമാർക്കും UDFിനോടൊപ്പം പോകാനാണ് താല്പര്യം. 2 പേർ LDFിൽ തന്നെ ഉറച്ചു നിൽക്കാൻ താല്പര്യപ്പെടുന്നു. ഇതാണ് ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പിളരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിളർന്ന് ഒരു വിഭാഗം UDFിനോടൊപ്പം ഒരു വിഭാഗം LDFിനോടൊപ്പം പോകും. പാർട്ടി ചെയർമാൻ എങ്ങോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. NDAയുടെ ഭാഗത്തേക്കാണോ അദ്ദേഹത്തിന്റെ യാത്ര എന്ന് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ
ബാക്കിയുള്ള അണികൾ എന്ന് പറയപ്പെടുന്നത് UDF-ലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണി വിഭാഗം പുലരുന്ന കാഴ്ച, പുലർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ പുലർപ്പിനെ നേരിടുന്ന സാഹചര്യത്തിൽ ഒരു വിഭാഗം LDF-ൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബാക്കി എല്ലാ വിഭാഗങ്ങളും, അവശിഷ്ട വിഭാഗങ്ങളടക്കം അത് UDF-നോടൊപ്പം പോകുന്ന ഒരു സാധ്യതയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്.